ഹായ്, വെൽക്കം ബാക്ക് ടു ഹെഡ്ല ഗ്രാഡ്സ്. ഞങ്ങളങ്ങനെ കേരളത്തിലെത്തി. എൻ്റെ ചെറിയ മോൾക്ക് ISROയിൽ 4 മാസത്തെ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കേരളത്തിൽ വന്നതിന് ശേഷം എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ എൻ്റെ വീട് കരുനാഗപ്പള്ളിയിലാണ്. അങ്ങനെ ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ അവിടെ വീട്ടിലെത്തി. പിന്നെ അപ്പം എൻ്റെ ചേച്ചിയുള്ള കൊല്ലം ഏകദേശം എല്ലായിടം ചുറ്റിക്കറങ്ങി കാണിച്ചു. അതേപോലെ ഫേമസ് ആയിട്ടുള്ള ഫുഡുകളെല്ലാം മേടിച്ച് തന്നു. അപ്പോൾ ഇന്ന് ഫുഡ് മാത്രമേ ഉള്ളൂ, കഴിച്ച ഫുഡുകളൊക്കെ. അപ്പോൾ എന്ത് ചോദിച്ചാൽ മാമൻ്റെ മോളാണ്, അവൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവോലിക്കറി ഉണ്ടാക്കിയിരുന്നു. ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തു. പിന്നെ കറികളുമൊക്കെ വെച്ച് ഇലയിൽ തന്നെ കട്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ വയ്യ കറങ്ങാനൊക്കെ പോയി. പിന്നെ കൊല്ലം ബീച്ചിലൊക്കെ പോയി. അതിൻ്റെ വീഡിയോ ഉണ്ടായാലും എല്ലാവരും ആദ്യമായിട്ട് അവസാനം വരെ കാണുക. ചെറിയൊരു വീഡിയോ, എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ വലിയമലയിലൊക്കെ കിട്ടിയത്, പക്ഷേ വലിയമലയിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്, റിമോട്ട് ഏരിയ ഉണ്ട്. അവിടെ ഒന്നും പോയിട്ട് നമുക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം വീഡിയോ ഉണ്ടായാലോ നമ്മുടെ. അപ്പോൾ ഇതേ ഉച്ചയായപ്പോഴത്തേക്കിന് പരിപ്പൂറിയൊക്കെ വെച്ച് നെയ്യ് ഒഴിച്ച് ആവോലിക്കറിയും ചിക്കൻ ഫ്രൈയും ഒരു തോരനും പപ്പടവും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഡൈനിങ് ടേബിളിൽ അതേ ഒരു ചെറിയ കുഞ്ഞ് ഫിഷ് ടാങ്ക് ഉണ്ട്, അതിൽ ഫൈറ്റർ ഫിഷ് ഇങ്ങനെ ഓടിക്കളിക്കുന്നു. അപ്പോൾ വൈകിട്ടായപ്പോഴത്തെ സൈജു ഞങ്ങളെയും കൊണ്ട് കല്ലുകട എന്ന് പറഞ്ഞ് കല്ലു സോഡയെന്നാണേ, നല്ല ടേസ്റ്റായിരുന്നു. മിൽക്ക് സോഡ ഓർഡർ ചെയ്തു, അവിടുത്തെ ഫേമസ് ആണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കുടിച്ചു. ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു, അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങിയതിന് ശേഷം റെമീസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയി. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ബിരിയാണിയൊക്കെ തീർന്നു പോയി. അപ്പം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് എന്ത് ചോദിച്ചാൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ പൊറോട്ടയും പിന്നെ പത്തിരിയും ചിക്കൻ ഫ്രൈയും മട്ടൻ കറിയും അങ്ങനെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരുന്നു. അതാണ് അവിടെ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം. ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട്, കറികളൊക്കെ ഭയങ്കര നല്ല കോസ്റ്റാണ്, പക്ഷേ സാധനം ക്വാണ്ടിറ്റി കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ നല്ലൊരു എൻജോയ് ചെയ്തു എല്ലാവരും കൂടെ ചേർന്നിട്ട്. പത്തിരി നല്ല സോഫ്റ്റായിരുന്നു, പൊറോട്ടയും പിന്നെ ബീഫ് റോസ്റ്റ്, മട്ടൺ റോസ്റ്റ്, അങ്ങനെ അതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ കണ്ടല്ലോ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ കഴിച്ചു, മട്ടൺ ഫ്രൈ പിന്നെ അൽഫാമും വിളിച്ചൊരു ഡിന്നർ അങ്ങനെ കഴിച്ചു. കേരളത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഫുഡുകളാണ് കഴിക്കുന്നത്, വെറൈറ്റി ഉള്ള ഫുഡുകളും പിന്നെ അതേപോലെ തന്നെ ഹോട്ടലുകളും ഉള്ളതുകൊണ്ട് നമുക്കൊരു നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ കൊല്ലം ബീച്ചിൽ വന്നു. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, കൊല്ലം ബീച്ചും ഫുള്ള് വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ഫുള്ള് ബോട്ടിലും വേസ്റ്റും മാത്രമായിരുന്നു. സൈജു പറയുന്നുണ്ടായിരുന്നു, ഇല്ല ഇത് വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതേ ഒരു പട്ടിക്കുട്ടി വന്നിങ്ങനെ ഞങ്ങളെ നോക്കിയിരുന്നു. ഞങ്ങൾ വലിയമലയ്ക്ക് പോകുന്ന വഴിക്ക് കാന്താരിമുളക് നിറച്ച മുട്ട പുഴുങ്ങിയത് കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളങ്ങനെ മോളെ കൊണ്ടുവന്ന് വലിയമലയിലൊക്കെ കൊണ്ടുവിട്ടു. അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ലേറ്റായിപ്പോയായിരുന്നു. അവൾക്ക് PG ഒക്കെ നോക്കണമായിരുന്നു. തിരിച്ച് ഞങ്ങൾ അടൂര് വരുന്ന വഴിക്ക് നമ്മൾ ഒരു 3 മണിയായി. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ ദിവസമൊന്നും ബിരിയാണിയും പൊറോട്ടയൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്കൊരു ചോറ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർക്ക് ശരിക്കും മീൽസ് എല്ലാം തീർന്നു പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന് തന്നെ പറഞ്ഞപ്പോൾ ശരി ഓക്കെ 4 എണ്ണം തരാം, പക്ഷേ കറികളൊന്നും അധികം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നമുക്കെന്തായാലും നല്ല ഒന്നാന്തര അയില വറുത്തതും മത്തി വറുത്തതും കറിയും ഒക്കെ കിട്ടി. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നാട്ടിൽ വന്നപ്പം എൻ്റെ മാമൻ്റെ മക്കളും ഒക്കെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്തൊന്ന് പോയി, നല്ല രസമായിരുന്നു. ഈ പ്രാവശ്യത്തെ ശരിക്കും ഞങ്ങളുടെ ന്യൂ ഇയർ മോളെ വിട്ടതിന് ശേഷം ഞങ്ങൾ കൊട്ടാരക്കര ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ. ശരിക്കും നല്ലൊരിതായിരുന്നു. അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ മാമൻ്റെ മോള് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് വെച്ചാൽ അടൂർ വന്ന് അവളെ പ്രിയയും കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പത്തനംതിട്ട എത്തി. അപ്പോഴാണ് വിചാരിച്ചെന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ ആണ്. ഇനിയിപ്പോൾ കറക്റ്റ് ടൈമിനൊന്നും വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ
ഇവിടുന്ന് പോകുന്നിടം വരെ എല്ലായിടം ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടൈം കാണാം.